ഒരിടത്ത് കിട്ടു എന്നു പേരുള്ള ഒരു കൊച്ചു നാടൻ പപ്പിയുണ്ടായിരുന്നു. നിഷ്കളങ്കനെങ്കിലും അവൻ ഭയങ്കര വികൃതിയായിരുന്നു. സാധനങ്ങൾ തട്ടിക്കളിക്കുക, ചെരുപ്പുകൾ കടിച്ചു കീറുക, കാരണമില്ലാതെ ഉച്ചത്തിൽ കുരയ്ക്കുക, ഇതൊക്കെയായിരുന്നു അവന്റെ പ്രധാന വിനോദങ്ങൾ. അയൽപക്കത്തുള്ളവർ അവനെ കാണുമ്പോൾ തലയിൽ കൈവയ്ക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കിട്ടു അയൽപക്കത്തുള്ള ധനികനായ ഒരു മനുഷ്യന്റെ വലിയ വീട്ടിൽ കളിക്കാൻ പോയി. ആ വലിയ വീട്ടിലെ യജമാനന് ഒരു കൊച്ചു പഗ് നായക്കുട്ടി ഉണ്ടായിരുന്നു. കിട്ടു ആ പഗ്ഗിനോടൊപ്പം കളിക്കാനാണ് പോയത്. ആ കൊട്ടാരം പോലുള്ള വീട്ടിൽ വില കൂടിയ പല കളിപ്പാട്ടങ്ങളും ഉണ്ടായിരുന്നു. കിട്ടു ആ വീട്ടിൽ കയറി പഗ്ഗിനോടൊപ്പം കളിക്കാൻ തുടങ്ങി. രണ്ടുപേരും ചേർന്ന് വലിയ ബഹളമുണ്ടാക്കി. കളിക്കുന്നതിനിടയിൽ ആവേശത്തോടെ കിട്ടു അവിടെയുണ്ടായിരുന്ന മനോഹരമായൊരു കളിപ്പാട്ടം കടിച്ചു വലിച്ചു. പഗ്ഗും അതിൽ പിടിച്ചു വലിച്ചു. ഒടുവിൽ ആ വില കൂടിയ കളിപ്പാട്ടം പൊട്ടിപ്പോയി. ഇത് കണ്ട് ആ വീട്ടിലെ യജമാനന് കടുത്ത ദേഷ്യം വന്നു. ഒരു ചെറിയ നായക്കുട്ടിയാണ് കിട്ടു എന്നോർക്കാതെ അദ്ദേഹം അവനോട് ക്രൂരമായി ചൂടായി. അദ്ദേഹം കോപത്തോടെ ആക്രോശിച്ചു. മറ്റുള്ളവരുടെ സാധനങ്ങൾ നശിപ്പിക്കുന്ന പട്ടിക്കുട്ടികൾക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. ഇറങ്ങിപ്പോയിവിടുന്ന്, ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. യജമാനൻ ദേഷ്യപ്പെടുന്നത് കണ്ട് പഗ് പേടിച്ചു ഓടിയൊളിച്ചു. കിട്ടുവും പേടിച്ചു വിറച്ചുപോയി. സങ്കടവും അപമാനവും തോന്നിയ അവൻ വാൽ ചുരുട്ടി കരഞ്ഞുകൊണ്ട് ആ വലിയ വീട്ടിൽ നിന്നും പടിയിറങ്ങി. വീട്ടിലെത്തിയ കിട്ടു അന്ന് വല്ലാതെ നിശബ്ദനായിരുന്നു. തന്റെ വികൃതികൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നുവെന്ന് അവൻ അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അവൻ തന്റെ അമ്മയോട് ചോദിച്ചു, "അമ്മേ, ആ അങ്കിൾ എന്നോട് എന്തിനാ അത്രയും ദേഷ്യപ്പെട്ടത്?" അമ്മ നായ അവനെ നക്കിത്തലോടി സ്നേഹത്തോടെ പറഞ്ഞു, "മോനെ, നമ്മുടെ കുസൃതികൾ മറ്റുള്ളവർക്ക് ശല്യമാകരുത്. നമ്മളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരുടെ അടുത്തേക്ക് മാത്രമേ നമ്മൾ പോകാവൂ. നമ്മളും മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കണം." ആ ദിവസത്തിനു ശേഷം കിട്ടുവിൽ വലിയ മാറ്റമുണ്ടായി. അവൻ തന്റെ വികൃതികളെല്ലാം നിർത്തി. സാധനങ്ങൾ കടിച്ചുകീറുന്ന ശീലം ഉപേക്ഷിച്ചു. മര്യാദയോടെ പെരുമാകാൻ അവൻ പഠിച്ചു. കാരണമില്ലാതെ കുരയ്ക്കുന്നതിനു പകരം അവൻ പതുക്കെ വാലാട്ടി. എല്ലാവരും കിട്ടുവിന്റെ മാറ്റം കണ്ട് അവനെ സ്നേഹിക്കാനും അവന് പലഹാരങ്ങൾ നൽകാനും തുടങ്ങി. അവനിപ്പോൾ എല്ലാവർക്കും പ്രിയപ്പെട്ട മര്യാദയുള്ള ഒരു മിടുക്കൻ നായക്കുട്ടിയായി വളർന്നു. ഗുണപാഠം: നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അച്ചടക്കവും വിനയവുമാണ് നമ്മളെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാക്കുന്നത്.